ചിക്കനും സെലറിയും കൂടിയിട്ടുള്ള ഒരു സ്റ്റിർ ഫ്രൈ ആണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ആദ്യം സെലറിയുടെ ബോട്ടം ഭാഗം കട്ട് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ ലീഫ് പാർട്ടും കട്ട് ചെയ്യാം. ലീഫ് സൂപ്പ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സാലഡുകളിലോ യൂസ് ചെയ്യാൻ പറ്റും. ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം എടുത്തിട്ടോ അല്ലെങ്കിൽ പൈപ്പിൻ്റെ അടിയിൽ റണ്ണിങ് വാട്ടറിലോ സെലറി നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാം. സെലറിയുടെ ഉള്ളിൽ ചിലപ്പോൾ മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായി ക്ലീൻ ചെയ്ത് മാറ്റി വയ്ക്കാം. സെലറിയുടെ ബാക്ക് വശത്തുള്ള നാരുകൾ ഒരു കത്തി ഉപയോഗിച്ചോ പീലർ ഉപയോഗിച്ചോ നീക്കം ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ഒരു ചിക്കൻ ബ്രസ്റ്റ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നീക്കി വയ്ക്കാം. ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലോ വോക്കിലോ വെള്ളം തിളയ്ക്കുന്നതിൽ ഒരു അര സ്പൂൺ ഉപ്പും ഒരു സ്പൂൺ ഓയിലും ഒഴിച്ച് അതിലോട്ട് മുറിച്ച് വെച്ചിട്ടുള്ള സെലറി കഷ്ണങ്ങളിട്ട് 1 മിനിറ്റ് ഈ തിളച്ച വെള്ളത്തിൽ കുക്കായതിന് ശേഷം ഈ തിളച്ച വെള്ളത്തിൽ നിന്ന് മാറ്റി നീക്കി വയ്ക്കാം. തിളച്ച വെള്ളം കളയാം, നമുക്ക് ഉപയോഗിക്കേണ്ടതില്ല. ഇതേ പാത്രത്തിൽ തന്നെ 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കുറച്ച് ചെറുതായി ചോപ്പ് ചെയ്തെടുത്ത ഗാർലിക് ഇട്ട് മുളക് ആവശ്യത്തിന് പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. പച്ചമുളകും ചേർത്ത് ഇതിലോട്ട് ചിക്കൻ കഷ്ണങ്ങളിട്ട് വേവിച്ചെടുക്കാം. 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ കുക്കായി കിട്ടും. ഈ ചിക്കനിലോട്ട് 1 സ്പൂൺ ലൈറ്റ് സോയാ സോസ്, 1/2 സ്പൂൺ ഡാർക്ക് സോയാ സോസ്, 1/2 സ്പൂൺ ഓയിസ്റ്റർ സോസ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നീളത്തിലരിഞ്ഞ ഒരു റെഡ് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് 1 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് കുറച്ച് സെസമി സീഡ് കൂടെ ചേർത്ത് ഗാർണിഷ് ചെയ്യാം.